എല്ലാവർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 7th ചാപ്റ്ററായ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജിനെ കുറിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട്. അതുപോലെ തന്നെ എഫേർട്ട് ആമിൻ്റെ ലോഡ് ആമിൻ്റെയും കേസുള്ള മെക്കാനിക്കൽ അഡ്വാൻറ്റേജും. അപ്പോൾ അത് ഓർത്തിരിക്കുക. അപ്പം ലോഡും എഫേർട്ടും വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ലോഡ് ബൈ എഫേർട്ടാണ്. അതുപോലെ എഫേർട്ട് ആമും ലോഡ് ആമിൻ്റെയും കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എഫേർട്ട് ആം ഡിവൈഡ് ബൈ ലോഡ് ആം ആണ് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ കണ്ടായിരുന്നു ഒരു ലിവറിൻ്റെ കേസിൽ 3 കാര്യങ്ങൾ കണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെയാണ്? ലോഡ് കണ്ടു, അതുപോലെ തന്നെ എന്താണ് എഫേർട്ട് കണ്ടു, അതുപോലെ തന്നെ വേറൊരു ടേമും ഫൽക്രം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ടേമും നമ്മൾ കണ്ടായിരുന്നു ഇല്ലേ? ഓർക്കുന്നില്ലേ? ചിത്രമൊക്കെ നമ്മൾ കണ്ടായിരുന്നു, ലോഡ്, ഫൽക്രം, എഫേർട്ട്. അപ്പം ഈ ഒരു ചിത്രത്തിൽ എങ്ങനെയാണ് ഫൽക്രത്തിന്റെ പൊസിഷൻ എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് എഫേർട്ട്. ലോഡിന്റെയും എഫേർട്ടിന്റെയും ഇടയിലായിട്ടാണ് ഫൽക്രത്തിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സിറ്റുവേഷൻസിലും ഇങ്ങനെ തന്നെയാണോ ഈ ഫൽക്രത്തിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്? ലോഡിന്റെയും അല്ലെങ്കിൽ എഫേർട്ടിന്റെയും ഇടയിലായിരിക്കുമോ എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഈ 3 ടേമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഏതൊക്കെയാണ്? എഫേർട്ട്, പിന്നെ എന്താണ് ലോഡ്, അതുപോലെ തന്നെ ഫൽക്രം. അപ്പം ഈ 3 കാര്യത്തിൻ്റെയും പൊസിഷൻ അനുസരിച്ച് ലിവേഴ്സിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പം ഇവിടെയാണ്, ഇപ്പം ഈ ഒരു കേസിൽ പറയുമ്പോൾ ഫൽക്രം എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് എഫേർട്ട് ആണ് ഇല്ലേ? അതുപോലെ തന്നെ ഈ ഫൽക്രത്തിൻ്റെ പൊസിഷൻ ഒരു അറ്റത്തേക്ക് വരാം, ലോഡ് സെൻറ്ററിലേക്ക് വരാം, എഫേർട്ട് സെൻറ്ററിലേക്ക് വരാം. അപ്പം അങ്ങനെ ഈ ലോഡ്, എഫേർട്ട്, ഫൽക്രം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ പൊസിഷൻ അനുസരിച്ച് നമുക്ക് ലിവറിനെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് ഫസ്റ്റ് ഓർഡർ ലിവർ കേട്ടോ. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ ആൻഡ് തേർഡ് ഓർഡർ ലിവർ എന്ന് പറയും. 1ാം വർഗ ഉത്തോലകം, 2ാം വർഗ ഉത്തോലകം, 3ാം വർഗ ഉത്തോലകം. എന്തിൻ്റെ ബേസിലാണ്? റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് ദി, ഇതാ നോക്കുക കേട്ടോ, റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് ദി ഫൽക്രം, എഫേർട്ട് ആൻഡ് ലോഡ്. ഉത്തോലകങ്ങളുടെ ധാരം, രോധം, എണ്ണം എന്നിവയുടെ ആപേക്ഷിക സ്ഥാനം അനുസരിച്ചിട്ട് ഉത്തോലകങ്ങളെ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. മനസ്സിലായല്ലോ? അപ്പോൾ ഓരോന്നും നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കിയേ. ഇതൊക്കെയാണ്? ലോഡുണ്ട് ഇല്ലേ? അതായത് ലോഡുണ്ട്, എഫേർട്ടുണ്ട്, ഫൽക്രമുണ്ട് ഇല്ലേ? ഇവിടെ ഫൽക്രത്തിന്റെ പൊസിഷൻ എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് എഫേർട്ട്. ഫൽക്രത്തിന്റെ പൊസിഷൻ എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് എഫേർട്ട്. അപ്പം അങ്ങനെയുള്ള കേസിൽ ലിവറിനെ നമ്മൾ പറയുന്ന പേരാണ് ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയും കേട്ടോ. ഫസ്റ്റ് ഓർഡർ ലിവർ, ഫസ്റ്റ് ഓർഡർ എന്നോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ലിവർ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയും. ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് മനസ്സിലാക്കുക കേട്ടോ. അതായത് എഫേർട്ട് ഒരു സൈഡിലുണ്ടായിരിക്കും, ലോഡ് ഒരു സൈഡിലുണ്ടായിരിക്കും, ഫൽക്രം എവിടെയായിരിക്കും? ഫൽക്രം ഇൻ ബിറ്റ്വീൻ കേട്ടോ, ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് എഫേർട്ട്. അപ്പം അങ്ങനെയുള്ളതിനെ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയാം. 1ാം വർഗ ഉത്തോലകം. മനസ്സിലാവുന്നല്ലോ? പറഞ്ഞാൽ ഇവിടെ കണ്ട ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു കേസിൽ ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്താ നോക്കിയാൽ ഈ ലോഡാമും അതുപോലെ തന്നെ എന്താണ് എഫേർട്ടാമും ഏകദേശം തുല്യമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് 1ാം വർഗ ഉത്തോലകത്തിൻ്റെ കേസിൽ ഫൽക്രത്തിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ ഇല്ലേ? ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ലോഡാന്ന് പറഞ്ഞു. അപ്പം ഈ ലോഡ് നിന്നും ഫൽക്രത്തിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്താ പറയുന്നത്? ലോഡാം എന്ന് പറയും ഇല്ലേ? ലോഡാം എന്ന് പറയും. അതുപോലെ തന്നെ എഫേർട്ടിൽ നിന്നും ഫൽക്രത്തിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് പറയും? എഫേർട്ടാം എന്നും പറയും ഇല്ലേ? അപ്പം ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. എഫേർട്ടാമും അതുപോലെ തന്നെ ലോഡാമും തുല്യമായിരിക്കും. ഏത് കേസിൽ? ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ കേസിൽ. മനസ്സിലായല്ലോ? അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇപ്പം എക്സാമ്പിളൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? കത്രിക ഉണ്ടല്ലോ, കത്രിക. അതുപോലെ തന്നെ നമ്മുടെ സീസോ ഒക്കെ ഉണ്ടല്ലോ. സീസോ നമുക്ക് കളിക്കുന്ന സീസോ ഒക്കെ ഇല്ലേ? അപ്പോൾ അതുപോലെ കോമൺ ബാലൻസ്, ത്രാസ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ? അപ്പോൾ അതിൻ്റെ കേസിലൊക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് അത് ഫൽക്രം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? അതാ ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് എഫേർട്ട്. ലോഡിൻ്റെ എഫേർട്ടിൻ്റെ ഇടയിലായിരിക്കും ഫൽക്രം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് എ ഫസ്റ്റ് ഓർഡർ ലിവർ അല്ലെങ്കിൽ 1ാം വർഗ ഉത്തോലകം. ക്ലിയർ ആയല്ലോ? ഇതാ നോക്കുക കേട്ടോ, 1ാം വർഗ ഉത്തോലകങ്ങൾ എന്താണ്? ഇത് ഫൽക്രം ഈസ് ഇൻ ബിറ്റ്വീൻ ദ ലോഡ് ആൻഡ് ദ എഫേർട്ട്. ഓർത്തോണം കേട്ടോ. ഫൽക്രം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ലോഡിൻ്റെയും എഫേർട്ടിൻ്റെയും ഇടയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുന്നത്? അതിനെ നമ്മൾ എന്ത് പറയും? 1ാം വർഗ ഉത്തോലകം അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയും. മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. എക്സാമ്പിള് കോമൺ ബാലൻസ് വണ്ടിൽ നമ്മൾ കണ്ടതല്ലേ? കോമൺ ബാലൻസ്, സിസേഴ്സ്, കത്രിക,
സീസോ അല്ലേ, സീസോയുടെ ഒക്കെ നമുക്കറിയാലോ ഇൻ ബിറ്റ്വീൻ ആയിട്ടല്ലേ ഫൽക്രം വരുന്നത്, ആ പൊസിഷനെ ആധാരമായിട്ടല്ലേ ലോഡും ഫോർട്ടും അല്ലേ വരുന്നത്, അത് ഉയരുകയും താഴുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഫസ്റ്റ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ആണ്. ഓർത്തിരിക്കുക കേട്ടോ, എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ഓർഡർ ലിവർ, കോമൺ ബാലൻസ്, സിസേഴ്സ്, സീസോ. ഓക്കെ ആണല്ലോ. എന്താ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നുണ്ടോ, ഇൻ എ കോമൺ ബാലൻസ് ദ എഫോർട്ട് ആം ആൻഡ് ദ ലോഡ് ആം ആർ ഈക്വൽ അല്ലേ. കോമൺ ബാലൻസിന്റെ കേസിൽ നമുക്കറിയാലോ, ത്രാസിന്റെ കേസിലല്ലേ അല്ലെ, ത്രാസിന്റെ കേസിൽ ഇങ്ങനെ രണ്ട് സൈഡിലും അല്ലേ ലോഡാം, ഇവിടെ നിന്നാണ് ഇവിടെ ലോഡായിരിക്കും, ഇവിടെ എഫോർട്ട് ആയിരിക്കും. ഇതായിരുന്നു അതിന്റെ ആ ത്രാസിന്റെ ആ പൊസിഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ ലോഡാം എന്ന് പറഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ എങ്ങനെയാണ് ആ എഫോർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും, തുല്യമായിരിക്കും അല്ലേ, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാലോ ലോഡും എഫോർട്ടും ഇവിടെ എങ്ങനെയായിരിക്കും, തുല്യമായിരിക്കുമല്ലോ ആണല്ലേ. ഒരുപോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ലോഡാമും എഫോർട്ടാമും ഒരുപോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ലോഡും അതുപോലെ തന്നെ ഇവിടെ കൊടുക്കുന്ന എഫോർട്ടും എങ്ങനെയായിരിക്കും, തുല്യം ആയിരിക്കും. മനസ്സിലായല്ലോ, ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ ലിവർ. അപ്പോൾ ഓർത്തിരിക്കുക, ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ കേസിൽ ഫൽക്രം ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് എഫേർട്ട് ആണ്. ലോഡാം ഈസ് ഈക്വൽ ടു എങ്ങനെയായിരിക്കും, എഫേർട്ടാമും ആയിരിക്കും. അതുപോലെ തന്നെ ലോഡും എഫേർട്ടും എങ്ങനെയായിരിക്കും, ഈക്വലും ആയിരിക്കും. ഓക്കെ ആണല്ലോ. എക്സാമ്പിൾ കണ്ടു, കോമൺ ബാലൻസ്, സിസേഴ്സ്, സീസോ. അപ്പം എന്താ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതാ കത്രികയുടെ ഒക്കെ കേസിൽ, സിസേഴ്സിന്റെ കേസിൽ കണ്ടില്ലേ, നമുക്കറിയാം നമ്മൾ ഇവിടെയല്ലേ എഫോർട്ട് കൊടുക്കുന്നത്. ഫൽക്രം എന്ന് പറയുന്നത് ആ സെൻട്രൽ പോയിന്റിനെ ആധാരമാക്കിയല്ലേ അത് കട്ട് ചെയ്ത് പോകുന്നത്. ഇതാ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന പേപ്പറാണ്. മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ ബാലൻസിന്റെ കേസിൽ പറഞ്ഞായിരുന്നു എന്താണ്, ലോഡാം എന്ന് പറഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ എഫേർട്ടാമും തുല്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാവണമെങ്കിൽ ഈ സിസേഴ്സിന്റെ കേസിൽ എങ്ങനെയായിരിക്കും, അപ്പൊ അതാ നോക്കി, എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ വരും ഇല്ലേ, എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വരും, ലോഡാം എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ വരും. അതെങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കുമോ സിസേഴ്സിന്റെ കേസിൽ? നമുക്കറിയാം, എന്താ നോക്കി, എന്താണ് നമ്മളിവിടെ കത്രിക പേപ്പർ ഇവിടെ വെക്കുമല്ലേ ചെയ്യുന്നേ, പേപ്പർ വെക്കുമ്പോൾ എന്താണ് പേപ്പർ കട്ട് ചെയ്യുന്നതനുസരിച്ച് എങ്ങനെയാണ്, ഇതാ ഇത് ലോഡാമാണ് കേട്ടോ, പേപ്പർ കട്ട് ചെയ്യുന്നതനുസരിച്ച് ലോഡാമിന് എങ്ങനെയാണ് വ്യത്യാസം വരാം, ശരിയല്ലേ. നമ്മൾ പേപ്പർ ഫുള്ള് വെച്ച് പേപ്പർ കട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ലെങ്തിനോട് വ്യത്യാസം വരുമല്ലേ ചെയ്യുന്നത്. അപ്പം സിസേഴ്സിന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം, ലെങ്ത് ഓഫ് ലോഡാം എങ്ങനെയാണ് വേരി ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ സിസേഴ്സ് ആർ യൂസ്ഡ്. സിസേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ലോഡാം എങ്ങനെയാണ് ലെങ്ത് ഓഫ് ലോഡാം വേരി ചെയ്യാമെന്ന് പറയാം. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, ദ ലെങ്ത് ഓഫ് ദി ലോഡാം ക്യാൻ വേരി ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ സിസേഴ്സ് ആർ യൂസ്ഡ് അല്ലെ. സിസേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ലോഡാമിന്റെ ലെങ്ത് അവിടെ നമുക്ക് വേരി ചെയ്യാം. മനസ്സിലായല്ലോ. അപ്പൊ നീളമുള്ള പേപ്പർ എടുത്തുമാണ് അത് നീളത്തിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലോഡാം എങ്ങനെയായിരിക്കും, കൂടുതലായിരിക്കും വരുന്നത് അല്ലേ. അപ്പം ചെറിയൊരു പേപ്പർ ആവുകയാണെങ്കിൽ നമുക്ക് അത്രയും കൊടുക്കണ്ടല്ലോ, അത്ര എഫേർട്ട് നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് അപ്പം അതനുസരിച്ച് നമുക്ക് ലോഡാം അവിടെ വേരി ചെയ്യാൻ സാധിക്കും സിസേഴ്സിന്റെ കേസിൽ വരുമ്പോൾ. ഇനി ഈ ഒരു ചിത്രം കണ്ടില്ലേ, 7.11 എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ചിത്രം നോക്കുക, ക്രോബാർ ആണ് അല്ലേ. എന്താ നോക്കിയേ, വൈൽ യൂസിങ് എ ക്രോബാർ ടു മൂവ് എ സ്റ്റോൺ ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോൺ നമ്മൾ ഒരു ക്രോബാർ ഉപയോഗിച്ചിട്ട് നമ്മൾ പാരക്കോൽ ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ ഞാൻ നോക്കിയേ, ഷുഡ് യു ഇൻക്രീസ് ദ എഫേർട്ടാം ഓർ ദ ലോഡാം ടു എൻഹാൻസ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. അതായത് ഈ പാരക്കോൽ ഉപയോഗിച്ച് കല്ല് നമ്മൾ മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഇളക്കാൻ നേരത്ത് യാന്ത്രിക ലാഭം അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വർദ്ധിപ്പിക്കാൻ ഏതാണ്, ലോഡാം ആണോ അതുപോലെ തന്നെ എഫേർട്ടാം ആണോ നമ്മളിവിടെ കൂട്ടേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതാ ലോഡാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്, ഇതാ ഇത്ര ആണ് ലോഡാം എന്ന് പറഞ്ഞില്ലേ, ഇവിടെ എന്താണ് എഫേർട്ടാം അല്ലേ, ഇതാണ് എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക കേട്ടോ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ഈ കല്ലിനെ നമ്മൾ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണോ ഇൻക്രീസ് ചെയ്യേണ്ടത് ഇതാണോ ഇൻക്രീസ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കാം ഇൻക്രീസ് ചെയ്യേണ്ടത്, ഇവിടുത്തെ ഈ നീളമല്ല കൂട്ടേണ്ടത്, എഫേർട്ടാം കൂട്ടിയാലല്ലേ ഇത് നമുക്ക് എന്താണ് ഉയർത്താൻ സാധിക്കത്തുള്ളൂ, മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ട്. ഈ ഫൽക്കർമ്മ ഇവിടെ ഇരിക്കുക അല്ലെങ്കിൽ ലോഡാം ഇവിടെ കൂടുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മൂവ് ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾ ചുമ്മാ ചെയ്ത് നോക്കും, ചുമ്മാ ഒരു പേനയൊക്കെ വെച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അപ്പം എഫേർട്ടാം അവിടെ കൂടിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിനെ എന്താണ് ഈ കല്ലിനെ നമ്മൾ മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മനസ്സിലായല്ലോ. അപ്പം ഇവിടെ ഏതാണ് ഇവിടെ ഇൻക്രീസ് ചെയ്യേണ്ടത്, എഫേർട്ടാം ആണ് കേട്ടോ, എഫേർട്ടാം ആണ്. ഈ എന്ന് എഴുതിയിരിക്കുന്ന എഫേർട്ടാം ആണ് കേട്ടോ, എഫേർട്ടാം ആണ് നമ്മളിവിടെ എന്താണ് കൂട്ടേണ്ടത്. എഫേർട്ടാം അല്ലെങ്കിൽ എന്താണ് എന്ത് പറയും, മലയാളത്തിൽ എന്താണ് പറയുന്നത്, യജ്ഞഭുജം എന്ന് പറയും കേട്ടോ, യജ്ഞഭുജം. മനസ്സിലായല്ലോ, യജ്ഞഭുജമാണ് നമ്മളിവിടെ കൂട്ടേണ്ടത്. ഇനി വാട്ട് ഇസ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ദിസ് കേസ്. ഈ ഒരു കേസിൽ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും, നമ്മൾ കണ്ടായിരുന്നു മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്, ലോഡും എഫേർട്ടും ആണെന്നുണ്ടെങ്കിൽ ലോഡ് ബൈ എഫേർട്ട് ആണ് വരുന്നത്.
ഇനി ലോഡാമിൻ്റെ കേസിലും എഫേർട്ട് ആമിൻ്റെ കേസിലും വരുവാണെങ്കിൽ എങ്ങനെ വരും? എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡാം എന്നാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ഈ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടായിരുന്നു, ഇവിടെ എന്താണ് എഫേർട്ട് ആം ആണ് നമ്മൾ ഇൻക്രീസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? എഫേർട്ട് ആം അവിടെ ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എഫേർട്ട് ആം ഇൻക്രീസ് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജും എന്താണ് സംഭവിക്കുന്നത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജോടെ കൂടുകയല്ലേ ചെയ്യുന്നത് അല്ലേ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജും കൂടും, അതായത് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് ഇപ്പോൾ സപ്പോസ് ദാ നോക്കിയേ, ഞാനൊരു പർട്ടിക്കുലർ വാല്യൂ എടുക്കും, അത് ഇതൊരു 6 എന്ന് എടുത്തു. ഈ എഫേർട്ട് ആമെന്ന് വെച്ചാൽ 6 ആണ്, ലോഡാന്ന് വെച്ചാൽ 3 ആണെന്ന് വിചാരിച്ചു. മനസ്സിലായി? അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണുമ്പോൾ എങ്ങനെ വരും? 6/3 വരും. 6/3 എന്ന് വെച്ചാൽ 2 അല്ലേ വരുന്നത്? ഗ്രേറ്റർ ദാൻ 1 ഇല്ല, ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. അപ്പം ഈ കേസിൽ, ഈ ഒരു എക്സ്പീരിയൻ്റെ കേസിൽ എഫേർട്ട് ആം കൂട്ടിക്കഴിഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അവിടെ കൂടും അല്ലേ? അതായത് എങ്ങനെയായിരിക്കും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്? യാന്ത്രിക ലാഭം ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. മനസ്സിലാകുന്നുണ്ടല്ലോ? യാന്ത്രിക ലാഭം 1-ൽ കൂടുതലായിരിക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അടുത്ത കേസ് കൂടെ പറയുകയാണ്. ഇഫ് ദ ലെങ്ത് ഓഫ് ദി ലോഡ് ആം ഈസ് ഇൻക്രീസ്ഡ് മോർ ദാൻ ദ ലെങ്ത് ഓഫ് ദി എഫേർട്ട് ആം, വാട്ട് വിൽ ബി ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? അതായത് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്പെരിമെൻ്റ് എന്താ, ഇവിടെ കല്ല് നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ലോഡാം ഇവിടെ കൂട്ടുവാണ്. ഇതാ ഇങ്ങനെ പാരക്കോല്, ഇതിങ്ങനെ പാരക്കോല് നമ്മളിവിടെ ഇവിടെ വെച്ചു. ഇതാ ഇവിടെയാണ് ഫൽക്രം ഇരിക്കുന്നത്. ഇതാണ് ഫൽക്രത്തിൻ്റെ പൊസിഷൻ. ഇത് എഫേർട്ട്, ഇത് ലോഡുമാണല്ലോ. അപ്പം എന്താ നോക്കി, ഇവിടുത്തെ എങ്ങനെയാണ്? ലോഡാം കൂടി ഇല്ലേ? ലോഡാം കൂടി, ഇതാണ് എഫേർട്ടാന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു കേസിൽ ലോഡാം ഇവിടെ കൂടുവാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഇത് ഫൽക്രമാണ് കേട്ടോ, ലോഡാം കൂടുവാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ത് സംഭവിക്കുന്നത്? ഇക്വേഷൻ അനുസരിച്ച് പറയാൻ പറ്റുമല്ലോ. ലോഡാം കൂടുവാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇങ്ങനെ ഇൻവേഴ്സ്ലി പ്രപ്പോർഷനില്ല, അതായത് കുറയും. ശരിയല്ലേ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറയും. അതായത് എങ്ങനെയായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും വരുന്നത്. ചെയ്ത് നോക്കാമല്ലോ, ഈ വാല്യൂ തന്നെ ഇട്ട് ചെയ്ത് നോക്കാം. എഫേർട്ട് ആം എന്ന് പറഞ്ഞിരിക്കുന്നത് 3ഉം ലോഡാം എന്ന് വെച്ചാൽ 6ഉം വരിക. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. എഫേർട്ട് ആം ബൈ ലോഡാം എന്നല്ല ഇക്വേഷൻ. അപ്പം എഫേർട്ട് ആം എത്രയാണ്? 3 ആണ്. 3/6 എന്ന് വരും, 1/2 എന്ന് വരും അല്ലേ? 1/2 എന്ന് വെച്ചാൽ എങ്ങനെയാണ്? ലെസ് ദാൻ 1 അല്ലേ വരുന്നത്? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം എഫേർട്ട് ആം കൂട്ടുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ, എഫേർട്ട് ആം കൂട്ടുവാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എഫേർട്ട് ആം കൂട്ടുവാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. മനസ്സിലാക്കിയിരിക്കും കേട്ടോ. അതായത് എഫേർട്ട് ആം കേട്ടോ, എഫേർട്ട് ആം കൂട്ടുവാണെന്നുണ്ടെങ്കിൽ കേട്ടോ, എഫേർട്ട് ആം കൂട്ടുവാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ? ഇനി എഫേർട്ട് ആം കുറയ്ക്കുക, അല്ലെങ്കിൽ എന്താണ് അവിടെ? ലോഡാം കൂട്ടുക എന്ന് പറയാം. എഫേർട്ട് ആം കുറയ്ക്കുക അല്ലെങ്കിൽ എന്താണ്? ലോഡാം അവിടെ കൂട്ടുക. ലോഡാം കൂട്ടുവാണെങ്കിൽ എഫേർട്ട് ആം അവിടെ കുറയും. ആ സമയത്തിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? ദാറ്റ് ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. നമ്മൾ ഒരു കണ്ടീഷൻ കൂടെ നേരത്തെ കണ്ടായിരുന്നു. ഈ ലോഡാമും എഫേർട്ട് ആമും ഈക്വൽ ആവുകയെന്ന് വിചാരിച്ചു. ലോഡാമും എഫേർട്ട് ആമും ഈക്വൽ ആവുക. അപ്പോൾ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ രണ്ടിലേയും എഫേർട്ട് ആമിൻ്റെ ലോഡാമിൻ്റെ വാല്യൂ ഈക്വൽ, അതായത് എഫേർട്ട് ആം 6 ആണെന്ന് വിചാരിച്ചു, ലോഡാമും 6 ആവുകയാണെങ്കിൽ എത്ര വരും? വാല്യൂ 1 വരും. അപ്പം ആ ഒരു കേസിൽ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. മനസ്സിലായാ പറഞ്ഞത്? ഈ ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫേർട്ട് ആം ഇല്ലേ? എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡാം എന്നാണ് നമ്മുടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറയുകയാണ് എഫേർട്ട് ആം കേട്ടോ, എഫേർട്ട് ആം കൂട്ടുവാണ്. അപ്പോൾ ലോഡാം എങ്ങനെയായിരിക്കും? ലോഡാം അവിടെ കുറയുവാണ് ചെയ്യുന്നത്. എഫേർട്ട് ആം കൂട്ടുന്നു, ലോഡാം കുറയുന്നു. അപ്പോൾ എങ്ങനെയാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുന്നത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ? ഇനി എഫേർട്ട് ആം അല്ലേ, എഫേർട്ട് ആം അവിടെ കുറയ്ക്കുന്നു, അതായത് ലോഡാം അവിടെ കൂട്ടുവാണ്. ലോഡാം കൂട്ടുന്നു കേട്ടോ. ലോഡാം കൂട്ടുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും വരുന്നത്? ലെസ് ദാൻ 1 ആയിരിക്കും അല്ലേ? ഇനി എഫേർട്ട് ആം അല്ലേ, എഫേർട്ട് ആം എന്നാണ് കേട്ടോ, ഈ എന്നാണ് കേട്ടോ. എഫേർട്ട് ആം നമ്മൾ എഫേർട്ട് ആമും അതുപോലെ തന്നെ ലോഡാമും ഈക്വൽ ആവുകയെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു കേസിൽ എങ്ങനെയായിരിക്കും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ഈക്വൽ ടു 1 ആയിരിക്കും. മനസ്സിലാക്കി ഇരിക്കുക. ഓക്കെ ആണല്ലോ? ഞാനിവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ കണ്ടത് ലോഡാം അല്ലെങ്കിൽ എഫേർട്ട് ആമിൻ്റെ കേസിലാണ് കണ്ടത്. ഇവിടെ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിരുന്നത് ലോഡും എഫേർട്ടും കേസിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ലെസ് ദാൻ 1. ആദ്യത്തെ കേസ് എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ എന്ന് വെച്ചാൽ ലോഡും എഫേർട്ടിന്റെ കേസിലാണ്. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഡിന്റെ എഫേർട്ടിന്റെ കേസിൽ ലോഡ് ബൈ എഫേർട്ട് ആണല്ലോ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ടത് ലോഡാമിന്റെയും എഫേർട്ടാമിന്റെയും കേസിലാണ് പറഞ്ഞത്. അപ്പം ആ ഒരു കേസിൽ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ എഫേർട്ടാം ഡിവൈഡ് ബൈ ലോഡാം എന്ന് വരും. ലോഡും എഫേർട്ടിന്റെ കേസിൽ വരുവാണെങ്കിൽ ഇങ്ങനെയാണ് ഇക്വേഷൻ, ലോഡ് ബൈ എഫേർട്ട് എന്ന് വരും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ലെസ് ദാൻ 1. ലെസ് ദാൻ 1 ആവുകയാണെങ്കിൽ ലോഡും എഫേർട്ടും എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെസ് ദാൻ 1 നമുക്ക് ഇക്വേഷൻ ഇന്ന് കാണുമ്പോൾ അറിയാം. ലെസ് ദാൻ 1 ആവുകയാണെന്ന് എങ്ങനെയായിരിക്കും? എഫേർട്ട് അവിടെ കൂടുതലായിരിക്കണ്ടേ? എഫേർട്ട് കൂടുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറയും, അതായത് ലെസ് ദാൻ 1 ആയിരിക്കും. സപ്പോസ് നമ്മളൊന്ന് മുമ്പ് പറഞ്ഞ പോലെ ഇക്വേഷൻ കൊടുക്കുക, ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 6ഉം എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 3ഉം ആണെന്നുണ്ടെങ്കിൽ അല്ലെ എങ്ങനെ വരും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 6/3 വരും, അത് 3 വരും. അതായത് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ 3/6 കൊടുക്കുകയാണെങ്കിൽ എത്രയാണ് വരുന്നത്? 1/2 എന്ന് വരും ഇല്ലേ? 1/2 എന്ന് വരും, അതായത് പോയിന്റ് സംതിങ് വരും, അത് ലെസ് ദാൻ 1 വരും. അപ്പോൾ ആ കേസിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞ കേസാണ്. അപ്പോൾ ലെസ് ദാൻ 1 വന്നു. ലെസ് ദാൻ 1 വരുന്ന കേസ് ഏതാണ്? എന്താണ് ഇവിടെ കൂടുതൽ? ഇവിടെ നിന്ന് നോക്കിയല്ലോ, എഫേർട്ടാണ് ഇവിടെ കൂടുതൽ. ഇതല്ല എഫേർട്ട്, ഇത് കൂടുതലും ഇത് കുറവല്ലേ? അപ്പോൾ ഏതാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ ഇതല്ലേ വരുന്നത്? ലോഡ് ഈസ് ലെസ് ദാൻ ദ എഫേർട്ട് അല്ലേ വരുന്നത്? ലോഡ് ഈസ് ലെസ് ദാൻ ദ എഫേർട്ട് ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചോട്ടെ ഇത് കേട്ടോ. എഫേർട്ടാമും ലോഡാമിൻ്റെ കേസിലല്ല കണ്ടുപിടിച്ച്, ലോഡും എഫേർട്ടിൻ്റെ കേസിലാണ്. ലോഡും എഫേർട്ടിൻ്റെ കേസിൽ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 വരുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ലോഡ് എന്ന് പറഞ്ഞാൽ കുറവായിരിക്കും അല്ലേ? അതായത് എഫേർട്ട് ആയിരിക്കും അവിടെ കൂടുതൽ. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 എന്ന് വന്നു അല്ലേ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 വന്നു. 1 വരുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ലോഡും എഫേർട്ടും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1. ഗ്രേറ്റർ ദാൻ 1 വരുവാണെങ്കിൽ ഏതാ കണ്ടീഷൻ? ഇവിടുത്തെ ലോഡായിരിക്കും കൂടുതൽ, എഫേർട്ട് അവിടെ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലേ? അപ്പോൾ എന്താണ്? ലോഡ് ഈസ് ഗ്രേറ്റർ ദാൻ എഫേർട്ട് എന്ന് വരും അല്ലേ? ലോഡ് ഈസ് ഗ്രേറ്റർ ദാൻ എഫേർട്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എഴുതാൻ എന്തായാലും ഞാനിങ്ങനെ 1, 2, 3 എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ലോഡ് ഈസ് ലെസ് ദാൻ എഫേർട്ട്. അതായത് 3 വരും, ഇത് 2 ആണ് വരുന്നത്, ഇത് 1ഉം വരും. ലോഡ് ഈസ് മോർ ദാൻ എഫേർട്ട് എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ലോഡും എഫേർട്ടും വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇക്വേഷൻ ഈ ഇക്വേഷൻ ഒന്ന് ഓർത്താൽ മാത്രം മതി, അത് വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിച്ചാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ എക്സാമ്പിൾസ് നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? നമുക്ക് ഡെയിലി ലൈഫിൽ കാണുന്ന സീസോ ഉണ്ട് അല്ലേ? സീസോ ഉണ്ട്, അതുപോലെ തന്നെ കോമൺ ബാലൻസ് ഉണ്ട്, അതുപോലെ തന്നെ കത്രിക ഇല്ലേ? സിസേഴ്സ്, ഇതൊക്കെ എന്താ എക്സാമ്പിൾ ആണ്? ഫസ്റ്റ് ഓർഡർ ലിവറിന് എക്സാമ്പിൾ ആണ്. അവിടെ ഓർക്കേണ്ട കാര്യം എന്താണ്? ഫൽക്രമാണ് അല്ലേ? ഫൽക്രം എവിടെയാണ് വരുന്നത്? ലോഡിൻ്റെയും എഫേർട്ടിൻ്റെയും ഇല്ലേ? ലോഡിൻ്റെയും എഫേർട്ടിൻ്റെയും ഇടയിലായിട്ടായിരിക്കും ഫൽക്രം വരുന്നത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത നോക്കിയേ, ഈ ചിത്രത്തിൽ നോക്കിയത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? നമ്മൾ 3 കാര്യത്തിന്റെ ബേസിലാണല്ലോ ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തിൻ്റെയൊക്കെ കേസിലാണ്? ലോഡ്, എഫേർട്ട്, അതുപോലെ തന്നെ ഫൽക്രം. അപ്പോൾ ഈ 3 കേസും ഉണ്ട്. ഈ 3 കേസ് നാരങ്ങ ഞെക്കുന്ന സാധനം ഇല്ലേ? ലെമൺ ജ്യൂസർ ഉണ്ട്, ഇതാ ഒരാളിവിടെ കല്ല് ഇല്ലേ മാറ്റുവാണ്. അതുപോലെ ഇത് നമ്മളെ എന്താണ് പാക്ക് വെട്ടി എന്നൊക്കെ പറയും അല്ലേ? അപ്പം നട്ട് ക്രാക്കർ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് 3 കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ 3 കേസിൽ നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ലോഡും എഫേർട്ടും ഫൽക്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ കേസിൽ ലോഡ് എവിടെ വരും? ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഇതാണ് ലോഡ് ഇല്ലേ? ഇതാണ് ലോഡ് ഇല്ലേ? ഈ പാക്ക് ഇതാണ് ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഏതാണ്? ഇവിടെ വരും. ഫൽക്രം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഫൽക്രം ഈ പോയിന്റ് അല്ലേ? ഈ എഡ്ജിലല്ലേ ഫൽക്രം വന്നിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് ഫൽക്രം വരുന്നത്. ഈ ഒരു കേസിൽ നോക്കിയേ, ലെമൺ സ്ക്വീസറിന്റെ കേസിൽ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ഇവിടെയാണ് അല്ലേ? എവിടെയാണ് നമ്മുടെ സാധനം ഇരിക്കുന്നത്? ലോഡ് ഇരിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ് ലോഡ് ഇരിക്കുന്നത്. ഫൽക്രം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ശരിയല്ലേ? ഈ ഒരു കേസിൽ നോക്കിയേ, നമ്മൾ എഫേർട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് എവിടെയാണ്? ഇതാണ് ഇയാൾ കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ഇല്ലേ? ദെൻ ലോഡ് എവിടെയാണത്? ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? ഈ കമ്പ് ഈ കല്ലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പൊസിഷനിലാണ് അവിടെ ലോഡ് വരുന്നത്. ദെൻ ഇവിടുത്തെ ഈ ഒരു പൊസിഷനെ ചെയ്തിട്ടല്ലേ അത് എടുക്കാൻ സാധിക്കുന്നത്, ഈ നിലത്തിരിക്കുന്നത്. അപ്പോൾ അതേതാണ്? ഫൽക്രമാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ലോഡും ഫൽക്രവും എഫേർട്ടും അടയാളപ്പെടുത്തി. ഓക്കെ ആണല്ലോ? അപ്പം അങ്ങനെയാവണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഞാൻ നോക്കിയേ, ഓരോന്നിൻ്റെ പൊസിഷൻ എവിടെയാണ്? ഫൽക്രത്തിൻ്റെ പൊസിഷൻ എവിടെയാണ് വന്നത്? എഡ്ജിലാണ് വന്നത് അല്ലേ? ഫൽക്രത്തിൻ്റെ പൊസിഷൻ എന്ന് വെച്ചാൽ എഡ്ജിലാണ്. ലോഡിൻ്റെ പൊസിഷൻ എവിടെയാണ്? ലോഡ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നില്ലേ? കണ്ടില്ലേ? ലോഡ് എവിടെയാണ്?
ഇൻ ബിറ്റ്വീൻ ഫൾക്രം ആൻഡ് എഫേർട്ട് എന്ന് വന്നു. മനസ്സിലാവുന്നല്ലോ പറഞ്ഞു. അപ്പം ഇതാ നോക്കുക, എഫേർട്ട് ഒരു സൈഡിൽ വന്നു, ലോഡ് ഇവിടെ വന്നു, ഫൾക്രം ഇവിടെ വന്നു. അതായത് ലോഡിന്റെ പൊസിഷൻ എവിടെയാണ്? ഇൻ ബിറ്റ്വീൻ അല്ലേ? ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ലോഡ് ഈസ് ഇൻ ബിറ്റ്വീൻ എന്ന് പറയാം അല്ലേ? ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൾക്രം, ഫൾക്രത്തിൻ്റെയും എഫേർട്ടിൻ്റെയും ഇടയിലായിട്ടാണ് ലോഡ് വന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു കേസിൽ ഇത്തരത്തിലുള്ള ലിവറിനെ നമ്മൾ പറയുന്ന പേരാണ് സെക്കൻഡ് ഓർഡർ, എന്താണ്? സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയും കേട്ടോ. സെക്കൻഡ് ഓർഡർ ലിവർ അല്ലെങ്കിൽ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയും. ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത്? ഫൾക്രം ഒരു എഡ്ജിലാണ് വന്നത് ഇല്ലേ? ഫൾക്രം എവിടെയാണ്? ഒരു എഡ്ജിൽ വന്നു. അതുപോലെ തന്നെ ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൾക്രം. ശരിയല്ലേ? ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നുണ്ടല്ലേ, മാർക്ക് ദ പൊസിഷൻ ഓഫ് ദി ലോഡ്, ഫൾക്രം ആൻഡ് എഫേർട്ട് ഇൻ ദ ഫിഗർ അല്ലേ? നമ്മൾ അടയാളപ്പെടുത്തി. വേർ ഈസ് എ പൊസിഷൻ ഓഫ് ദി ലോഡ് ഇൻ ദ ഫിഗർ അല്ലേ? ഫിഗറിൽ ലോഡിന്റെ പൊസിഷൻ എവിടെയായിട്ട് വന്നു? ബിറ്റ്വീൻ, നമുക്ക് എന്ത് പറയാം? ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൾക്രം ഇല്ലേ? എഫേർട്ടിന്റെ ഫൾക്രത്തിന്റെയും ഇടയിലായിട്ടാണ് ലോഡ് വന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഫൾക്രത്തിന്റെ പൊസിഷൻ എവിടെയാണ്? ഫൾക്രം എവിടെയാണ്? ഫൾക്രം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഫൾക്രം അറ്റ് ദ എഡ്ജ് എന്ന് പറയാം അല്ലേ? ഫൾക്രം എവിടെയാണ്? എഡ്ജിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ഫൾക്രം എഡ്ജിലാണ് വന്നിരിക്കുന്നത്. രോധത്തിന്റെ പൊസിഷൻ, രോധം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലോഡ് എവിടെയാണ്? ബിറ്റ്വീൻ ഇ ആൻഡ് എഫ് ആണ്. അത് വൃത്തിയായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ലോഡും എഫേർട്ടും ഫൾക്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ലോഡ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൾക്രം, ആൻഡ് ഫൾക്രത്തിന്റെ പൊസിഷൻ എവിടെയാണ്? അറ്റ് ദ എഡ്ജ്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ഓർഡർ ലിവർ അല്ലെങ്കിൽ രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറയാം. മനസ്സിലായല്ലോ. ഇതാ വേറെ എക്സാമ്പിൾ ഇതാ നോക്കിയേ. ഇത് കണ്ടില്ലേ? വീൽ ഭാരമാണ് കേട്ടോ. ഇത് നോക്കിയേ, എഫേർട്ട് നമ്മൾ ഇവിടെയല്ലേ കൊടുക്കുന്നത്? ഫൾക്രത്തിന്റെ പൊസിഷൻ നോക്കി, ഇതാണ് ഫൾക്രത്തിന്റെ പൊസിഷൻ. ലോഡ് ഇവിടെ കൊടുത്തു അല്ലേ? ഇതാ നോക്കുക, ഇത് നട്ട് ക്രാക്കർ ആണ് അല്ലേ? എഫേർട്ട് നമ്മൾ ഇവിടെ കൊടുത്തു, നമ്മൾ ലോഡ് ഇതാണ് അല്ലേ? അതുപോലെ തന്നെ ഫൾക്രം ഇതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഓർക്കേണ്ട കാര്യം ഓർത്താണ് എന്താണ്? എഫേർട്ട് ഇവിടെയാണ് വന്നിരിക്കുന്നത്, ലോഡ് ഇവിടെ വന്നു, ഫൾക്രം ഇവിടെ വന്നു. അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് ഓർഡർ ലിവർ. If the load comes in between effort and the fulcrum, it is a second order lever. രോധം, യജ്ഞത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നതാണ് രണ്ടാം വർഗ ഉത്തോലകം. പഠിച്ചു പോവുക കേട്ടോ. ലോഡാണ് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വന്നതാണ് സെക്കൻഡ് ഓർഡർ ലിവർ. അപ്പം ഈ ഒരു കേസിൽ നമ്മൾ പറയുവാണെങ്കിൽ നമുക്കിവിടെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാമല്ലോ. നമുക്കറിയാം എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത്, എഫേർട്ടാം ഇത്രയും വന്നിട്ടുണ്ടല്ലോ. എഫേർട്ടാം ആണല്ലോ ഇവിടെ കൂടുതൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ലോഡാം ഇവിടെ എങ്ങനെയാണ്? കുറവല്ലേ വന്നിരിക്കുന്നത്? ലോഡാം കുറവാണ്, എഫേർട്ടാം ആണ് കൂടുതൽ അല്ലേ? അപ്പം എഫേർട്ടാം ഇവിടെ കൂടുതലാണ് ലോഡാമിനേക്കാളും. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ എഴുതാം? മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ എഫേർട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ എഫേർട്ടാമിൻ്റെ ലോഡാമിൻ്റെ കേസ് വരുമ്പം എഫേർട്ടാം ഡിവൈഡ് ബൈ ലോഡാമാണ് ഇല്ലേ? അപ്പോൾ അതാ നോക്കിയാൽ എഫേർട്ടാം ആണ് ഇവിടെ കൂടുതൽ അല്ലേ? എഫേർട്ടാം ഇവിടെ കൂടുതലാണ്, ലോഡാം കുറവാണ്. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും വരുന്നത്? എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കുമല്ലേ വരുന്നത്. കാരണം എഫേർട്ടാം അല്ലേ ഇവിടെ കൂടുതൽ അല്ലേ? എഫേർട്ടാം ആണ് ഇവിടെ കൂടുതൽ. അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? ഒന്നിനേക്കാളും കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ കേസിൽ. മനസ്സിലാക്കാൻ പറ്റുമല്ലോ. സെക്കൻഡ് ഓർഡർ ലിവറിന്റെ കേസിൽ എഫേർട്ടാം ആണ് കൂടുതൽ, അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഇൻ എ സെക്കൻഡ് ഓർഡർ ലിവർ? എഫേർട്ടാം ആൻഡ് ലോഡാം ആർ ഈക്വൽ ആണോ? അത് റോങ് ആണ് അല്ലേ? എഫേർട്ടാം ഈസ് ലോങ്ങർ ദാൻ ദ ലോഡാം. അത് ശരിയാണല്ലോ. എഫേർട്ടാം ലോഡാമിനേക്കാളും കൂടുതലാണ്. എഫേർട്ടാം ഈസ് ഷോർട്ടർ ദാൻ, അത് റോങ് ആണ് അല്ലേ? അപ്പോൾ ഓർത്തിരിക്കുക, എഫേർട്ടാം ആണ് ലോഡാമിനേക്കാളും കൂടുതൽ. യജ്ഞഭുജം രോധഭുജത്തെക്കാൾ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് സെക്കൻഡ് ഓർഡർ ലിവർ എങ്ങനെയായിരിക്കും വരുന്നത്? സെക്കൻഡ് ഓർഡർ ലിവറിന്റെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും വരുന്നത്? നമ്മൾ പറഞ്ഞു ഇല്ലേ? എഫേർട്ടാം കൂടുതലാണ്, അതുകൊണ്ട് എങ്ങനെയായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അതായത് 1ൽ കൂടുതലായിരിക്കും വരുന്നത്. എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, സെക്കൻഡ് ഓർഡർ അല്ലേ? സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ കേസിൽ എഫേർട്ടാം ആണ് കൂടുതൽ ഇല്ലേ? യജ്ഞഭുജമാണ് കൂടുതൽ, അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? 1ൽ കൂടുതലായിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഗ്രേറ്റർ ദാൻ 1 ആണ് സെക്കൻഡ് ഓർഡർ ലിവർ കേട്ടോ. സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ കേസിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1ൽ കൂടുതലാണ്. നമ്മൾ ഫസ്റ്റ് ഓർഡറിൻ്റെ കേസിലാണ് ഈക്വൽ ടു 1 വരാമെന്ന് പറഞ്ഞു, ലെസ് ദാൻ 1 വരാമെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 1 വരാമെന്ന് പറഞ്ഞു. പക്ഷേ സെക്കൻഡ് ഓർഡറിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും.
മനസ്സിലാവുന്നുള്ള പറഞ്ഞത്. അപ്പം അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിൾസ് നമുക്ക് എന്തൊക്കെ പറയാം? നമ്മൾ കണ്ടു ഇല്ലേ, ഇപ്പൊ കണ്ട കാര്യങ്ങളൊക്കെ. വീൽ ബാരോ കണ്ടു, ബോട്ടിൽ ഓപ്പണർ പറയാം കേട്ടോ, അതുപോലെ തന്നെ സ്റ്റാപ്ലർ പറയാം. പിന്നെന്താണ് നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നട്ട് ക്രാക്കർ ഇല്ലേ, നട്ട് ക്രാക്കർ നമ്മൾ കണ്ടു. പിന്നെ ലെമൺ സ്ക്യൂസർ ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ്? എക്സാമ്പിൾ ആണ്. എന്തിന്? സെക്കൻഡ് ഓർഡർ ലിവർ. സെക്കൻഡ് ഓർഡർ ലിവറിന്റെ കേസിൽ ഓർക്കേണ്ട ഒരു പോയിന്റ് ഏതാണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ അതും ക്ലിയർ ആയാലോ? സെക്കൻഡ് ഓർഡർ ലിവർ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതാ ഇവിടെ നോക്കിയേ, ഈ ചിത്രം എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? ടോൺസ് അല്ലേ. ഇതെന്താണ്? കണ്ടിട്ടുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഒക്കെ എടുക്കുന്ന സാധനം അല്ലേ, ടോൺസ് ആണ്. ഇതെന്താണ്? നമ്മുടെ ഫിഷിംഗ് റോഡ് ഉണ്ടല്ലോ, മീൻ പിടിക്കുന്ന ഫിഷിംഗ് റോഡാണ്. ഇതെന്താണ്? ഇത് നിങ്ങൾ കണ്ട ഈ ഫോർസെപ്സ് അല്ലേ, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കാനുള്ള ഫോർസെപ്സ് ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് മൂന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് ഈ ലോഡും എഫേർട്ടും അതുപോലെ ഫൽക്രവും ഒന്ന് അടയാളപ്പെടുത്തി നോക്കിയാലോ? എങ്ങനെ വരും നോക്കിയേ. ഇതാ ഇവിടെ ഏതാണ്? ലോഡ് ഇവിടെയാണ് ഇരിക്കുന്നില്ല. അപ്പം ലോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. നമ്മൾ എവിടെ പിടിക്കുകയാണ് അത് എടുക്കുന്നത്? ഈ ഒരു പൊസിഷനിൽ പിടിച്ചല്ല അത്. അപ്പോൾ ഏതാണ്? ഇതാണ് എഫേർട്ട്. ദെൻ ഫൽക്രം എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഈ പോയിന്റ് വരും. ഇതിനെ ആധാരമാക്കിയല്ലേ നമ്മൾ ഇവിടെ പ്രസ് ചെയ്യുന്നത്. ഈ ഫിഷിംഗ് റോഡിൻ്റെ കേസിലോ ഇവിടെയാണ് നമ്മൾ ഇല്ലേ, അതാണ് ഇതാണ് ഫൽക്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എഫേർട്ട് ഇവിടെ വരും, ഇവിടെ എഫേർട്ട് വരും. അതുപോലെ തന്നെ ലോഡ് നമ്മൾ ഇവിടെയല്ല കൊടുക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഫോർസെപ്സിന്റെ കേസിലും ഫൽക്രം ഇവിടെ വരും ഇല്ലേ. ലോഡ് നമ്മളിവിടെയാണ്, ഈ ഒരു പോയിന്റിൽ ഇവിടെയല്ലേ നമ്മൾ പിടിച്ച് പ്രസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എന്താണ്? ലോഡ് വെക്കുന്നത് ഇവിടെയാണ്. മനസ്സിലായല്ലോ? അപ്പം ഈ സിറ്റുവേഷൻസിൽ പറഞ്ഞേ, ഈ സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് ഇവിടെ വരുന്നത്? എന്ന് പറ. ലോഡ് ഇവിടെ വന്നു അല്ലേ, എഫേർട്ട് ഇവിടെ വന്നു, അതായത് ഫൽക്രം ഇവിടെയും വന്നു. മനസ്സിലായല്ലോ പറഞ്ഞത്? അതായത് ഇവിടെ എങ്ങനെയാണ്? എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? എഫേർട്ട് ഈസ് എങ്ങനെയാണ്? ബിറ്റ്വീൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് ഫൽക്രം. എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഡിൻ്റെയും അതുപോലെ തന്നെ ഫൽക്രത്തിൻ്റെയും ഇടയിലായിട്ട് വരും അല്ലേ. ലോഡിൻ്റെയും ഫൽക്രത്തിൻ്റെയും ഇടയിലായിട്ടാണ് എന്ത് വരുന്നത്? നമ്മുടെ എഫേർട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ഇത്തരത്തിലുള്ള ലിവേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? തേർഡ് ഓർഡർ ലിവർ എന്ന് പറയും കേട്ടോ. തേർഡ് ഓർഡർ ലിവർ, അതായത് എഫേർട്ട് ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് ഫൽക്രം. എഫേർട്ട് യജ്ഞം എന്ന് പറഞ്ഞിരിക്കുന്നത് രോധത്തിനും ധാരത്തിനും ഇടയിലാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? തേർഡ് ഓർഡർ ലിവർ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നോക്കി, ഏതാണ് ഇവിടെ കൂടുതൽ എന്ന് നോക്കിയാൽ ലോഡാമാണോ എഫേർട്ടാമാണോ കൂടുതൽ എന്ന് പറഞ്ഞാൽ നോക്കി, ഇവിടം തൊട്ട് ഇവിടം വരില്ലേ ലോഡാം അല്ലെ. കാണുമ്പോൾ അറിയാലോ, എഫേർട്ടാം ഇത്ര ഉള്ളു വരത്തുള്ളൂ അല്ലേ, എഫേർട്ടാം ഇത്ര ഉള്ളു വരത്തുള്ളൂ. അപ്പൊ ഇവിടെ ഏതാണ് കൂടുതൽ? ലോഡാമാണ് ഇവിടെ കൂടുതൽ അല്ലേ. ലോഡാം ഈസ് ഗ്രേറ്റർ ദാൻ എഫേർട്ടാം എന്ന് പറയാം അല്ലേ. എഫേർട്ടാമിനേക്കാളും, അതായത് രോധഭുജം അല്ലേ, രോധഭുജമാണ് യജ്ഞഭുജത്തിനേക്കാളും ഇവിടെ കൂടുതൽ. മനസ്സിലാവുന്നല്ല പറഞ്ഞത്? മനസ്സിലാക്കിയിരിക്കോട്ടോ. തേർഡ് ഓർഡർ ലിവറിന്റെ കേസിൽ ലോഡാമാണ് കൂടുതൽ. അപ്പൊ അങ്ങനെയാവുകയാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും വരുന്നത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എഫേർട്ടാം ഡിവൈഡ് ബൈ ലോഡാം ആണ് വരുന്നത്. അപ്പൊ ലോഡാം ഇവിടെ കൂടുതലാണല്ലേ. അപ്പൊ എന്ത് സംഭവിക്കും? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറയും അല്ലേ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നോക്കിയാൽ എഫേർട്ടാം എന്ന് പറഞ്ഞാൽ 3 ആണ്, ലോഡാം കൂടുതലാണ്, 6 വന്നു, 3/6 1/2 വന്നു ഇല്ലേ. അതായത് പോയിന്റ് വാല്യൂ വരികയല്ലേ, 1/2 എന്ന് പറയുമ്പോൾ 0.5 വരും. അപ്പൊ എങ്ങനെയാണ് വരുന്നത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കുറവാണ്. അതായത് എങ്ങനെ വരും? ലെസ് ദാൻ 1 വരും. കണ്ടോ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇവിടെ എങ്ങനെ വന്നു? ലെസ് ദാൻ 1 വന്നു. ഏതിന്റെ കേസിലാണ്? തേർഡ് ഓർഡർ ലിവറിന്റെ കേസിൽ. മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? അപ്പൊ തേർഡ് ഓർഡർ ലിവറിന്റെ കേസിൽ ലോഡാമാണ് കൂടുതൽ. ലോഡാം കൂടുതലാകുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ യാന്ത്രിക ലാഭം എങ്ങനെയായിരിക്കും? 1ൽ കുറവായിരിക്കും. ഉണ്ടല്ലേ. അപ്പം ഇത് ലോഡാം ഇവിടെ കൂടുതലാണല്ലേ. അപ്പം ലോഡാം കൂടുതലാന്ന് പറഞ്ഞു. ആ ലോഡാം കൂടുതലാകാനുള്ള കാരണം എന്താണ്? ആ ലോഡാം കൂടുതലാവുന്നതാണ് നമുക്ക് ഈസി ആയിട്ട് സുരക്ഷിതമായിട്ട് നമുക്ക് ഇത് എടുക്കാൻ സാധിക്കുന്നത്. എഫേർട്ടാം കൂടുതലാവുകയാണെങ്കിൽ നമുക്ക് ഇത് ഈ എഫേർട്ടാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതങ്ങ് കൂടുവാന്ന് ചോദിച്ചു, കൂടുതലായെന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ ഈസി ആയിട്ട്? ഇല്ല. അപ്പം ലോഡാം ഇവിടെ കൂടിയതുകൊണ്ടാണ് നമുക്ക് സുരക്ഷിതമായിട്ടും ഈസി ആയിട്ട് നമുക്ക് സാധനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ദാറ്റ് ഈസ് എ തേർഡ് ഓർഡർ ലിവർ. ഓക്കെ ആണല്ലോ. ചിത്രങ്ങൾ ഇത് കണ്ടല്ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലോഡാം ഉണ്ട്, എഫേർട്ടാം ഉണ്ട്. നമുക്കറിയാം ഇവിടുത്തെ ലോഡാമാണ് കൂടുതൽ ഇല്ലേ, ലോഡാമാണ് കൂടുതൽ. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് മനസ്സിലാക്കിയിരിക്കും കേട്ടോ. ലോഡാം എഫേർട്ടാമിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ. നമുക്ക് ഫോർസെപ്സിന്റെ കേസിൽ കണ്ടത് ലോഡ് ഇവിടെ ഇരിക്കുന്നു ഇല്ലേ, ലോഡ് ഇവിടെ ഇരിപ്പുണ്ട്. എഫേർട്ട് നമ്മൾ ഇവിടെയാണ് കൊടുക്കുന്നത്, ഫൽക്രം ഇവിടെയാണ് വരുന്നത്.
ഇല്ലേ? അതുപോലെ തന്നെ ചൂണ്ടയിടുന്ന കേസിൽ ഇതാ ലോഡ് ഇവിടെയാണല്ലേ വരുന്നത്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇതാ ഇവിടെയായിട്ട് വരും ഇല്ലേ? നമ്മൾ എന്താണ് പിടിക്കുന്ന പൊസിഷൻ ഉണ്ടല്ലോ, ഇതാണ് അവിടുത്തെ ഫൽക്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതാണ് തേർഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറയാൻ ഡെഫിനിഷനായിട്ട്, if the effort comes in between, കേട്ടോ, എഫേർട്സ് കംസ് ഇൻ ബിറ്റ്വീൻ ലോഡ് ആൻഡ് ദ ഫൽക്രം. എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഡിനും ഫൽക്രത്തിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരും. അങ്ങനെയുള്ള ലിവേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് തേർഡ് ഓർഡർ ലിവർ, അല്ലെങ്കിൽ എന്താണ്, മൂന്നാം വർഗ ഉത്തോലകങ്ങൾ. ഓക്കെ ആണല്ലോ? എക്സാമ്പിൾസ് കണ്ടു ഇല്ലേ? ഫിഷിംഗ് റോഡ് കണ്ടു, ഫോർസെപ്സ് കണ്ടു, ടോങ്സ്, ഇതൊക്കെ കണ്ടു. ഇവിടെ ഓർക്കേണ്ട കാര്യം ഏതാണ്? ലോഡാം കേട്ടോ. ലോഡാമാണ് എഫേർട്ട് ആമിനേക്കാളും കൂടുതൽ. അതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം കേട്ടോ. ഇൻ തേർഡ് ഓർഡർ ലിവേഴ്സ് വിച്ച് ആം ഈസ് ലോങ്ങർ? തേർഡ് ഓർഡർ ലിവറിന്റെ കേസിൽ ഏത് ആമാണ് കൂടുതൽ? ഏതാണ്? ലോഡാമാണല്ലോ കൂടുതൽ അല്ലേ? ലോഡാമാണ് ലോങ്ങർ എന്ന് പറഞ്ഞിരിക്കുന്നത്, നീളമുള്ളത്. വാട്ട് വിൽ ബി ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഓഫ് തേർഡ് ഓർഡർ? എങ്ങനെയായിരിക്കും? നമ്മൾ കണ്ടു അല്ലേ? എങ്ങനെയാണ് വരുന്നത്? ലോഡാം കൂടുതലായതുകൊണ്ട് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ യാന്ത്രിക ലാഭം എങ്ങനെയായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും, 1ൽ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ? നോക്കിയേ, ദ എഫേർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ ലോഡ് ഇൻ ദ തേർഡ് ഓർഡർ ലിവർ ഇല്ലേ? തേർഡ് ഓർഡർ ലിവറിന്റെ കേസിൽ നമ്മൾ കണ്ട് എഫേർട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ലോഡിനേക്കാളും കൂടുതലായിട്ട് വരും ഇല്ലേ? എഫേർട്ട് കണ്ടില്ലേ? എഫേർട്ടാണ്, നമ്മൾ നല്ലോണം എഫേർട്ട് കൊടുക്കണ്ടേ? ഇവിടെ എഫേർട്ട് ആമല്ല, എഫേർട്ടാണ് കേട്ടോ. എഫേർട്ടാണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് എ തേർഡ് ഓർഡർ ലിവർ? എഫേർട്ട് കൂടുതലാണ്. മൂന്നാം വർഗ ഉത്തോലകത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ലോഡിനേക്കാൾ കൂടുതലാണ്, നമ്മൾ പ്രസ് ചെയ്യണം ഇല്ലേ? അപ്പൊ അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ്? അതാ നോക്കിയത്. അഡ്വാൻറ്റേജ് ഓഫ് ഈസ് ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു ഹാൻഡിൽ ഒബ്ജക്ട്സ് സേഫ്ലി വിത്ത് ഈസ് അല്ലേ? സൗകര്യപ്രദവും സുരക്ഷിതവുമായിട്ട് കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന വസ്തുക്കൾ അല്ലേ? അതുകൊണ്ടാണ് തേർഡ് ഓർഡർ ലിവറിന്റെ കേസിൽ എഫേർട്ട് കൂടുതലാണ് കേട്ടോ. എഫേർട്ട് ആമല്ല ഉദ്ദേശിക്കുന്നത്, എഫേർട്ട് കൂടുതലാണ്. എഫേർട്ട് കൂടുതലാണ് തേർഡ് ഓർഡർ ലിവറിന്റെ കേസിൽ. എഫേർട്ട് കൂടുതലാണ്, എഫേർട്ട് ആം കുറവാണ്, ലോഡാമാണ് കൂടുതൽ. അപ്പൊ എഫേർട്ട് കൂടുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സേഫ്റ്റി ആയിട്ട് നമുക്ക് വസ്തുക്കളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ദാറ്റ് ഈസ് എ തേർഡ് ഓർഡർ ലിവർ. എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടു അല്ലേ? എക്സാമ്പിൾസ് കണ്ടായിരുന്നു. അതെ, ബ്രൂമിന്റെ കേസ് കണ്ടോ? ഇതുണ്ട്, ചൂല് കണ്ടില്ലേ? നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇവിടെയാണ്, ലോഡ് ഇവിടെയാണ് ഇല്ലേ? ഫൽക്രം ഇവിടെയാണ്. അതെന്തൊക്കെയാണ്? ഫോർസെപ്സിന്റെ കേസ് പറഞ്ഞു, ടോങ്സിന്റെ കേസ് പറഞ്ഞു, ഫിഷിംഗ് പോൾ അല്ലെങ്കിൽ ഫിഷിംഗ് റോഡിന്റെ കേസും പറഞ്ഞു. ഇതൊക്കെ എന്താണ്? തേർഡ് ഓർഡർ ലിവേഴ്സിന് എക്സാമ്പിൾ ആണ്, മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ കേട്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ 3 തരത്തിലുള്ള ലിവേഴ്സിനെ കുറിച്ച് പഠിച്ചു, ഉത്തോലകങ്ങളെ കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവറും പഠിച്ചു ഇല്ലേ? അപ്പൊ ഇനി 3ഉം കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് നമ്മൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഒക്കെ കണ്ടില്ലേ? അപ്പൊ ഇത് 3ഉം കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നോക്കിയേ, നമുക്കൊന്ന് കമ്പാരിസൺ നോക്കാം കേട്ടോ. ഫസ്റ്റ് ക്ലാസ് ലിവർ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ ലിവർ ആണ്. ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ കേസിൽ പൊസിഷൻ നോക്കി എങ്ങനെയാണ്? ഫൽക്രം ഈസ് ബിറ്റ്വീൻ ലോഡ് ആൻഡ് ദ എഫേർട്ട്. കണ്ടില്ലേ? ഫൽക്രമാണ് ലോഡിനും എഫേർട്ടിനും ഇടയിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോഴത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ വരാം? ഈക്വൽ ടു 1 വരാം, ഗ്രേറ്റർ ദാൻ 1 വരാം, ലെസ് ദാൻ 1 വരാം. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് എ ഫസ്റ്റ് ഓർഡർ ലിവർ. ഇനി സെക്കൻഡ് ഓർഡർ ലിവറിന്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ്? നോക്കുക, ലോഡ് ഇൻ ബിറ്റ്വീൻ എഫേർട്ട് ആൻഡ് ഫൽക്രം. ലോഡ് ഫൽക്രത്തിനും എഫേർട്ടിനും ഇടയിലായിട്ടാണ് വരുന്നത്. അവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഇല്ലേ? ഗ്രേറ്റർ ദാൻ 1. ഇവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെ വരാം? ഈക്വൽ ടു ഇല്ലേ? ഈക്വൽ ടു 1 വരാം, ലെസ് ദാൻ 1 വരാം, ഗ്രേറ്റർ ദാൻ 1 വരാം എന്ന് പറഞ്ഞു. ഈ ഒരു കേസിൽ വരുമ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ്? ഗ്രേറ്റർ ദാൻ 1, അതായത് സെക്കൻഡ് ഓർഡർ ലിവർ. ഇനി തേർഡ് ഓർഡർ ലിവറിന്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയാണ്? എഫേർട്ട് ആണല്ലേ? എഫേർട്ട് ഈസ് ബിറ്റ്വീൻ ഫൽക്രം ആൻഡ് ലോഡ് എന്ന് കണ്ടു ഇല്ലേ? അവിടുത്തെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എങ്ങനെയാണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ലെസ് ദാൻ 1 ആണ് വരുന്നത്. മനസ്സിലാക്കിയിരിക്കും കേട്ടോ. കമ്പാരിസൺ ആണ്, കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെ എക്സാമ്പിൾസും ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ, അതിന്റെ എക്സാമ്പിൾസും കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക കേട്ടോ. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടി ഇതാ എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1ാം വർഗ ഉത്തോലകം, 2ാം വർഗം, 3ാം വർഗം, പൊസിഷൻ എവിടെയാന്ന് പറഞ്ഞിട്ടുണ്ട്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഫിഗറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3ഉം കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കി കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. അതാ ഈ ഒരു ടേബിൾ മതി നിങ്ങൾക്ക് പഠിക്കാൻ അല്ലെ? എക്സാമ്പിളും കൂടെ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. എന്തൊക്കെയാണ് ഫസ്റ്റ് ഓർഡർ ലിവറിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് വരുന്നത്? നമ്മൾ കണ്ടു സിസേഴ്സ് അല്ലെ? എന്തൊക്കെ വരും?
സിസേഴ്സ് വരാം, അതുപോലെ തന്നെ എന്താണ് സീസോ വരാം അല്ലേ, സിസേഴ്സ്, സീസോ, അതുപോലെ തന്നെ കോമൺ ബാലൻസ് ഫസ്റ്റ് ഓർഡർ ലിവറിന്. സെക്കൻഡ് ഓർഡറിന് വീൽ ബാര വരാം, നട്ട് ക്രാക്കർ. തേർഡ് ഓർഡറിനാണെങ്കിൽ ഫിഷിംഗ് റോഡ് വരാം, ടോങ്സ് വരാം, പിന്നെ എന്താണ് ഫോർസെപ്സ്. ഇതൊക്കെ എന്താണ് തേർഡ് ഓർഡർ ലിവറിന് എക്സാമ്പിളാണ്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഈ ടേബിൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് പഠിക്കുക കേട്ടോ. ദാറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ലിവർ. അപ്പോൾ ഓർത്തിരിക്കുക, ലിവറിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ലോഡ്, എഫേർട്ട്, ഫൽക്രം, ഇതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്